ഹായ് ഫ്രണ്ട്സ്, ആർ4ഐയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നെഗറ്റീവ് ക്ലോസിങ്ങിന് ശേഷം നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അതും നല്ല ഒരു ഡിഫറൻസിലുള്ള ഒരു പോസിറ്റീവ് ക്ലോസിങ്ങാണ്. 22,330 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 22,500 വരെ പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവിലാണെന്ന് കാണാം. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, നെക്സ്റ്റ് 50, മൈക്രോ ക്യാപ്പ് എല്ലാം പോസിറ്റീവിലാണ്. മിഡ് ക്യാപ്പിൽ 2.5% റാലിയും സ്മോൾ ക്യാപ്പിൽ 3% ഒരു റാലിയും നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ സെക്ടേഴ്സും ഇന്ന് പോസിറ്റീവായിരുന്നു. 2% പോസിറ്റീവായിട്ടുള്ള ഓട്ടോ സെക്ടർ, അതുപോലെ IT സെഗ്മെൻറ്റ്, മെറ്റൽ, മീഡിയ, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാം പോസിറ്റീവിൽ ക്ലോസ് ആയിട്ട് കാണാം. ഇന്നത്തെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഫിയർ സോണിൽ നിന്നും ഗ്രീഡി സോണിലേക്ക് പോകുന്ന ആ ഒരു ബോർഡർ ലൈനിലാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ മൂഡ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നടന്നിട്ടുള്ള ഈ ഒരു റിക്കവറി സസ്റ്റെയിൻ ചെയ്യുമോ, അതല്ല ഒരു താൽക്കാലികമായ റിക്കവറി ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മാർക്കറ്റ് ഒരു സംശയത്തോടെയാണ് ഇതിനെ നോക്കി കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റി 500 സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 445 സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. 55 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നമ്മൾ നിഫ്റ്റി 500ൽ നോക്കുകയാണെങ്കിൽ IIFL, അദാനി ഗ്രീൻ, ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോ, അതുപോലെ അദാനി എനർജി സൊല്യൂഷൻസ്, അക്കുംസ്, അതുപോലെ കോഫോജ്, പവർ ഇന്ത്യ, റെഡിങ്ടൺ, സിയറ്റ് ലിമിറ്റഡ്, ദീപക് ഫെർട്ടിലൈസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് 10% അടുത്തുള്ള ഒരു അപ്സൈഡ് മൂവ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഒരു റാലിക്ക് കാരണമായിട്ട് പൊതുവെ പറയപ്പെടുന്നത് ഒന്ന്, ട്രംപ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് ചെറിയ തോതിൽ അയവ് വരുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കൊമേഴ്സ് സെക്രട്ടറി ആയിട്ടുള്ള ഹൊവാർഡ് ലുട്നിക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു താരിഫിൻ്റെ കാര്യത്തിൽ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഒരു റിലീഫ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രസ്താവന. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡേറ്റ് ഏപ്രിൽ 2 ആണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് വലിയൊരു വെല്ലുവിളിയാണ്. അത് അതേ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ വലിയ ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഓൾറെഡി ഇന്ത്യൻ ഒഫീഷ്യൽസ് അമേരിക്കയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് വരാൻ സാധ്യതയുണ്ടെന്നും ഈ ഒരു ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു മർക്കടമുഷ്ടി അദ്ദേഹം കുറച്ച് അയവ് വരുത്താൻ സാധ്യതയുണ്ടും എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ റാലിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാരണം. ഇതുകൂടെ നമ്മുടെ സർവീസസ് PMI ഡാറ്റ ഒരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സിൻ്റെ ഡാറ്റ HSBC ഇന്ത്യ സർവീസസ് റിലീസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നത് അത് 56.5 നിന്ന് 59 ഫെബ്രുവരിയിൽ ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ GDP കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ ഏർണിങ്സ് Q4 വർദ്ധിക്കാനുള്ള സാധ്യതയും ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലെ മറ്റൊരു മൂവ്മെൻറ്റിന് കാരണമായിട്ടുള്ളത് IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റാലിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കാനഡ മെക്സിക്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രംപിൻ്റെ തീരുമാനങ്ങൾ കാരണം IT സെഗ്മെൻറ്റിൽ വലിയ ക്രാഷ് ഉണ്ടായിരുന്നു. കാരണം ഇൻഫ്ലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ റേറ്റ് കട്ടിൻ്റെ സാധ്യത ഇല്ലാതാവുകയും അത് മൊത്തത്തിൽ IT സെഗ്മെൻറ്റിനെ ബാധിക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ക്രാഷ് ഉണ്ടായത്. എന്നാൽ ആ ഒരു തീരുമാനത്തിൽ നിന്ന് ട്രംപ് U-ടേൺ അടിക്കും എന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി IT സെഗ്മെന്റിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായും. അങ്ങനെ സെഗ്മെന്റിൽ ഒരു റാലിയും നമുക്ക് കാണാൻ പറ്റും. ഇന്ന് 2% കൂടുതൽ IT സ്റ്റോക്കുകൾ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, നമ്മുടെ നിഫ്റ്റിയിലെ ഒരു ടെക്നിക്കൽ ചാർട്ടുകൾ അനലൈസ് ചെയ്യുന്ന ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ പറയുന്നത് ഇത് ടെക്നിക്കലി ബോട്ടം ഓൾറെഡി ഫോം ചെയ്തു എന്നുള്ളതാണ്. കാരണം 500 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിൻ്റെ 21,917 എന്ന ലെവല് തീർച്ചയായിട്ടും ഒരു ബൗൺസ് ബാക്കിന് സാധ്യതയുണ്ട് എന്ന് ടെക്നിക്കലായിട്ട് പറയപ്പെടുന്ന ഒരു ലെവലാണ്. കൂടാതെ RSI സൂചിപ്പിക്കുന്നത് 21.8 ആണ്. അതായത് നമ്മുടെ മാർക്കറ്റ് ഓവർസോൾഡ് പൊസിഷനിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഓവർസോൾഡ് പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു സോണിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു റിക്കവറി ഉണ്ടാകും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ, ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള സ്പെക്കുലേഷൻസ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്നത്തെ റാലി ഉണ്ടായത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ വമ്പിച്ച ബൈങ് നടന്നു എന്നുള്ളതാണ്. കാരണം നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ 45 സ്റ്റോക്കുകളോളം ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ പവർ ഗ്രിഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അഡാനി എൻ്റർപ്രൈസസ്, ടാറ്റ സ്റ്റീൽ, NTPC, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങി പല സ്റ്റോക്കുകളും 3% മുതൽ 4% വരെ അപ്സൈഡ് മൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ HDFC ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഗ്രാസിം, ശ്രീറാം ഫിനാൻസ് പോലെയുള്ള ചില സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ലൂസേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെനി സസ്റ്റെയിൻ ചെയ്യുമോ അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പായിരിക്കുമോ എന്ന ധാരാളം സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. അപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു ലെവൽ പരിശോധിക്കുമ്പോൾ 22,800 എന്നുള്ള ലെവലിന് മുകളിലേക്ക് വന്നാലേ നമുക്ക് മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഒരു റിക്കവറി നടത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഒരു താൽക്കാലികമായ റിക്കവറി ആയിരിക്കാം, അതല്ലെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യാം. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ മാർക്കറ്റിൽ IT സെഗ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം നടത്തിയ സ്റ്റോക്കാണ് കോഫോജ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ ഒരു 1:5 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 10,000 ലെവൽ വരെ എത്തിയ ഒരു സ്റ്റോക്കായിരുന്നു. അവിടെ നിന്ന് അത് കറക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. ഇന്ന് പക്ഷേ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റും അതുകൂടാതെ ഇവരുടെ 2 അക്വിസിഷൻ്റെ വാർത്തകളും വന്നത് കാരണം ഈ സ്റ്റോക്കിൽ ഒരു 10% റാലി നടക്കുകയുണ്ടായി. ഇന്നത് ക്ലോസ് ചെയ്ത് 7,916 എന്ന ലെവലിലാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് 1:5 എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു 8,000 രൂപ എന്നുള്ള ലെവലിൽ നിന്ന് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുകയാണെങ്കിൽ ഏകദേശം 1,500 രൂപ ലെവലിൽ ഈ സ്റ്റോക്ക് അവൈലബിൾ ആകുന്ന ഒരു സ്പ്ലിറ്റ് ആയിരിക്കും അത്. എന്നാൽ ഈ ഒരു പ്രൈസ് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറാം. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കാരണം ഫേസ് വാല്യൂ 10 നിന്ന് 2 കുറയുന്ന ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റാണിത്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്നുള്ള കാര്യം കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല. അത് ഇവരുടെ മെമ്പേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ആ ഡേറ്റ് അനൗൺസ് ചെയ്യപ്പെടുക. ഈ ഒരു സ്പ്ലിറ്റിൻ്റെ ഈ ഒരു പ്രോസസ്സ് ഏകദേശം 3 മാസം എടുക്കുന്ന ഒരു ലെങ്തി പ്രോസസ്സായിരിക്കും. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ കോഫോജ് ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത് 2 പ്രധാനപ്പെട്ട അക്വിസിഷൻസ് ആണ്. ഒന്ന് റിത്മോസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയെ ഇവർ അതിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഷെയറുകളൊക്കെ ഇവർ വാങ്ങിയിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ ആ കമ്പനിയെ പൂർണ്ണമായിട്ടും അക്വയർ ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ തന്നെ TML ലാബ്സ് എന്ന് പറയുന്ന കമ്പനിയെയും ഇവർ അക്വയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കോഫോജ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഗ്ലോബൽ ഡിജിറ്റൽ സർവീസസ് മേഖലയിലുള്ള ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. അവർക്ക് 21 രാജ്യങ്ങളിലോളം അവരുടെ പ്രസൻസ് ഉണ്ട്. 26ഓളം ഡെലിവറി സെൻറ്റേഴ്സുകൾ അക്രോസ് ദ കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഈ കോഫോജ് 52,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ PE ഇപ്പോൾ 68 എന്ന ലെവലാണ് കാണാൻ കഴിയുക. ഇത് കുറച്ച് എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മീഡിയം PEക്കാളും അതുപോലെ ഇൻഡസ്ട്രി PEക്കാളും ഉയരത്തിലാണ് സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇതിൻ്റെ ഒരു ROCE 28ഉം ROE 24ഉം ആണെന്ന് വളരെ ശക്തമായൊരു ഫണ്ടമെൻ്റൽസ് ഈ സ്റ്റോക്കിലുള്ളതായി കാണാം. അതുപോലെ സെയിൽസ് ഗ്രോത്ത് 23%, പ്രോഫിറ്റ് ഗ്രോത്ത് 4%, 4 ക്വാർട്ടറിലുള്ള ആവറേജ് സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും. ഒരു സീറോ ഡെപ്റ്റ് കമ്പനി ആയിട്ടുള്ള ഇത് കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ 23% ആണ്. Q3 റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 42% ഒരു സെയിൽസ് ഗ്രോത്ത് കാണിച്ചതായിട്ട് കാണാം ഇയർ ഓൺ ഇയറിൽ. എന്നാൽ പ്രോഫിറ്റിൽ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്, 9% ഒരു ഡിപ്പ്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അവർ 8% ഒരു ജമ്പും അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 9% ജമ്പും കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു വളർന്നു വരുന്ന ഒരു IT കമ്പനി എന്നുള്ള നിലക്കും നല്ല ഫ്യൂച്ചർ പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും ഈ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.